ഇന്നത്തെ റെസിപ്പി നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇനി കഴിച്ചവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ഈ റെസിപ്പി കഴിച്ചിട്ടുണ്ട് ഞാൻ, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതല്ല, അല്ലാതെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അന്ന് മുതൽ മനസ്സിലുള്ള ആഗ്രഹം കേട്ടോ. പക്ഷേ ഒരു കാരണവശാലും എനിക്ക് ഈ ഐറ്റം കയ്യിൽ കിട്ടില്ല. കാര്യം ഇത് നമ്മുടെ ഇരുമ്പാമ്പുളിയാണ്. ഇരുമ്പാമ്പുളി നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് ഉണക്കിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പാമ്പുളി വട്ടത്തിൽ മുറിച്ച് മുളകും ഉപ്പും കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറേ ദിവസം, ഒരു ദിവസം വെച്ച് വൈകുന്നേരം എടുത്ത് വെച്ചാൽ പോരാ, കുറേ ദിവസം വെയിലത്ത് വെച്ച് നന്നായി ഡ്രൈ ആയിട്ട് ഉണക്കിയെടുത്തായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇരുമ്പാമ്പുളി എന്താണെന്ന് അറിയാത്തവർക്ക് ഇതാ ഈ സാധനമാണ്. ഇതിന് പല നാട്ടിൽ പല പേരാണ്, പുളിഞ്ചിക്ക എന്നൊക്കെ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ട ഈ ഫോട്ടോ കൂടെ കാണിച്ചത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം എന്തെയാണെന്ന് അറിയോ, ഇത് ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് പല പല കറികളും തയ്യാറാക്കാം. നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കുറച്ച് ചുവന്ന മുളകും ചേർത്ത് കൊണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എണ്ണയിലൊന്ന് നന്നായി മൂത്ത് കിട്ടണം. നല്ലെണ്ണ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ എണ്ണ ഉപയോഗിക്കാം, ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല എങ്കിലും പറയുകയാണ്. മഞ്ഞപ്പൊടിയും പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഉലുവയും കൂടെ നന്നായിട്ട് മൂത്ത് വരണം. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി അടുത്തത് ചേർക്കേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലിയാണ്. കാരണം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടാണ് നമ്മുടെ ഇരുമ്പാമ്പുളി ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇത് നാട്ടിൽ നിന്ന് റിലേറ്റീവ്സ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ഒരു ഇരുമ്പാമ്പുളി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്നമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇത് അവിടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു പച്ചമുളക്, ഒറ്റ പച്ചമുളക് ചേർക്കുന്നുള്ളൂ, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ അച്ചാർ തയ്യാറാക്കാനുള്ള ഇരുമ്പാമ്പുളി ഇത് ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായി ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ആ ഇരുമ്പാമ്പുളി വെച്ചിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പല കറികളിലും ഇത് ചേർക്കാവുന്നതാണ്. പുളിക്ക് പറയുന്നത് നല്ല പുളിയുണ്ട്, ഇതിൽ ഉപ്പും ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ അച്ചാറിൽ വേറെ ഉപ്പ് ചേർക്കരുത്. എരിവ് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് മാത്രം കുറച്ച് എരിവ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് ആ നല്ലെണ്ണ ഒന്ന് ഇതിൻ്റെ ഒപ്പം മിക്സാക്കി എടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ ഉലുവ, ഈ ചേരുവകളെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഈ ഒരു പാകത്തിനായി വരും. ഇനി നമുക്ക് അതിലോട്ട് കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കാര്യം കുറേ ദിവസം ഇരിക്കേണ്ടതല്ലേ അച്ചാറാകുമ്പോൾ, അതിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയും കൂടെ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇതിനെ ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലോട്ട് മിക്സായി വരുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ നന്നായിട്ട് നല്ലെണ്ണയിൽ മൂത്ത് വരുമ്പോഴുള്ളൊരു മണം ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു പുളിയുള്ളൊരു അച്ചാറാണ്. പുളിപ്പ് രസം നമുക്ക് അച്ചാറിൽ കൂടുതൽ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അതുപോലെ പുളിയുള്ളൊരു അച്ചാറാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കാശ്മീരി ചില്ലി ചേർക്കാവേ. എനിക്ക് കുറച്ചുകൂടെ കളർ വേണം, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സുഖം തോന്നുന്നില്ല. അതുകൊണ്ട് കുറച്ച് കളർ കിട്ടാൻ കുറച്ച് കാശ്മീരി ചില്ലിയോടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാൻ കാര്യം എന്താ പറയുക, ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരു തരം തോരൻ പോലെ ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട്, ഡ്രൈ അല്ല അച്ചാറായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തൊട്ട് നക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇരുമ്പാമ്പുളി ഉണക്കി വെച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവും. ആ ഒരു സോഫ്റ്റ്നെസ് ആണ് നമുക്ക് വേണ്ടത്. അച്ചാറാകുമ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം അല്ലേ. അപ്പോൾ ആ സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഈ ഒഴുകി പോകുന്ന ഒരു അച്ചാറല്ല ഇത്, നല്ല ഡ്രൈ ആയിട്ടുള്ള അച്ചാർ തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കൂടി ചേർത്തിട്ട് ഉണക്കി എടുത്തിട്ടുള്ളത്. പക്ഷേ എങ്കിലും കുറച്ചുകൂടി ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ. നമ്മൾ ഉണക്കുന്ന സമയത്ത് ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊടികളും ബാക്കിയുള്ള ചേരുവകളെല്ലാം ആ ഒരു നനവിൽ എല്ലാം കൂടെ മിക്സായിട്ട് ഇരുമ്പാമ്പുളിയുടെ എല്ലാ ഭാഗത്തും ഉൾഭാഗത്തൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചത്. ഇനി നമുക്ക് വീണ്ടും ഇത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി വരണേ. അപ്പോൾ അതായത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിലൊന്ന് കുഴഞ്ഞു വന്ന് ആ ഒരു പാകത്തിന് കിട്ടേണ്ടത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ തൊട്ട് നിൽക്കാൻ പറ്റുന്ന പാകത്തിനാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചോറൊക്കെ കൂട്ടി കഴിക്കാൻ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. നല്ല പുളിരസവും ഇരുമ്പാമ്പുളിയുടെ ഒരു പുളി അറിയാമല്ലോ. അപ്പോൾ അത് തയ്യാറായി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം. ഈ ഒരു പാകത്തിന് വെള്ളമൊന്നും അതിനകത്ത് ഉണ്ടാവരുത്. പക്ഷേ ചെറിയൊരു നനവ് ഫീലൊക്കെ ഉള്ള സാധാരണ നമ്മുടെ അച്ചാറില്ലേ മാങ്ങാപ്പിക്കളൊക്കെ, അതേപോലത്തെ ഒരു നനവ് മതി. അതിനുശേഷം ഇതിനെ ഇങ്ങനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. എത്ര ടേസ്റ്റിയാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ടേസ്റ്റിയായിട്ടുള്ള ഇരുമ്പാമ്പുളി അച്ചാർ. നമുക്ക് അച്ചാർ സാധാരണ കഴിക്കാൻ എന്തിൻ്റെയൊക്കെ കൂടെ ഇഷ്ടമാണോ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടല്ലോ, കുറച്ചെടുത്ത് വായിൽ വയ്ക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നും. അതുപോലത്തെ ചില സമയത്ത് നമുക്ക് ഈ മാങ്ങാച്ചാർക്ക് വെറുതെ കഴിക്കാൻ തോന്നില്ലേ, അതുപോലെ വെറുതെ കഴിക്കാൻ തോന്നുന്നൊരു അച്ചാറാണ് നമ്മുടെ ഒരു ഇരുമ്പാമ്പുളി ഉണക്കിയെടുത്തിട്ടുള്ള അച്ചാർ. അപ്പോൾ ഇത് കഴിച്ചിരിക്കാൻ വഴിയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും വീട്ടുകളിൽ ഇഷ്ടം പോലെ, നാട്ടിൻപുറത്ത് ഇഷ്ടം പോലെയുള്ള സാധനമാണ് ഈ ഇരുമ്പാമ്പുളി. മരത്തിൻ്റെ അടിഭാഗം പോലും മേലെ വരെ കായ ഉണ്ടാവും. പക്ഷേ അതിങ്ങനെ മിണ്ടാതിരുന്ന് പോലെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സിമ്പിൾ ഫുഡൊക്കെ ഉണ്ടാക്കി കളയാറാണ് പതിവ്. ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കുക.